വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വേരിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. എന്താണ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ്? അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ മൈൻഡ് അതുപോലെ തന്നെ ബിഹേവിയർ ഇതിനെയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ്, അതിനെയാണ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ആൻഡ് ഹൗ ദേ ആക്ട്. ഇനി സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സിൻ്റെ എക്സാമ്പിൾ നോക്കിയാലോ? ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ഇമോഷൻസ്, മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാമാണ് എക്സാമ്പിൾസ്. ഇനി എന്താണ് ഇൻ്റലിജൻസ്? അതായത് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ നേച്ചറലായിട്ടുള്ള എബിലിറ്റി ലേൺ ചെയ്യാനും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടൻ ആയിട്ടുള്ള ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ നേച്ചുറൽ എബിലിറ്റിയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഇൻട്രസ്റ്റ്. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്താണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ക്യൂരിയസ് ആയിട്ടുള്ളത്, ലൈക്ക് ഹോബീസ് അല്ലെങ്കിൽ അവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ഓർ ആർട്ട്, ഇതെല്ലാമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തേതാണ് പേഴ്സണാലിറ്റി. അതായത് ഓരോ വ്യക്തികളും യുണീക്കാണ് അല്ലേ? അതെന്തുകൊണ്ടാണ്? അവരുടെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വൽ ഹോൾഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബിലീഫ്സ്, ദാറ്റ് ഒരു പേഴ്സൻ്റെ ചോയ്സസ്, അതിനെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡൊമൈൻസ് ഓഫ് സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതിലാദ്യത്തേത് ബിനെയുടെ 1 ഫാക്ടർ തിയറി അഥവാ യൂണിഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. ബിനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴാണത്? അവർക്കൊരു സിമിലർ സെറ്റ് ഓഫ് എബിലിറ്റീസ് ഉണ്ടെങ്കിൽ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ആ കുട്ടി നന്നായി വായിക്കുകയും ചെയ്യും, നല്ല രീതിയിലുള്ള ഓർമ്മശക്തി ആ കുട്ടിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആ കുട്ടിക്കൊരു ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ്. ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് 2 ഫാക്ടർ തിയറിയാണ്. ചാൾസ് സ്പിയർമാൻ ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ആ പേര് പോലെ തന്നെ 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ജി ഫാക്ടർ അഥവാ ജനറൽ ഫാക്ടറും ഒന്ന് എസ് ഫാക്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയും. ജി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന എല്ലാ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. നമ്മൾ യൂണിഫാക്ടർ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ജി ഫാക്ടർ അതായത് ജനറൽ ഫാക്ടേഴ്സ്, ജനറൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആ കുട്ടിക്കുണ്ട് എന്നുള്ളതാണ് ജി ഫാക്ടർ. ഇനി എസ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ഫാക്ടറാണ്. അതായത് ചില പാട്ടുകാർക്കും ചില ഡാൻസുകാർക്കും ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടായിരിക്കും. എന്താണ് ഗാർഡ്നറിൻ്റെ 8 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്? ഹവേർഡ് ഗാർഡ്നർ 8 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 1 ലിംഗ്വിസ്റ്റിക്, 2 ലോജിക്കൽ മാത്തമാറ്റിക്കൽ, 3 സ്പേഷ്യൽ, 4 മ്യൂസിക്കൽ, 5 ബോഡിലി കൈനസ്തെറ്റിക്, 6 ഇൻ്റർപേഴ്സണൽ, 7 ഇൻട്രാപേഴ്സണൽ, 8 നേച്ചറലിസ്റ്റിക്. ആദ്യത്തേതാണ് ലിംഗ്വിസ്റ്റിക്. അതായത് ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഭാഷ എത്ര ഫ്ലുവൻ്റായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഷയിലെ മീനിങ്സ് എത്ര രീതിയിൽ അവർ മനസ്സിലാക്കുന്നു. ഫ്ലുവൻ്റായിട്ടും ഫ്ലെക്സിബിളായിട്ടും ഒരു ഇൻഡിവിജ്വൽ ആ ഭാഷയെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലിംഗ്വിസ്റ്റിക് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഉള്ളത്. പോയറ്റ്, റൈറ്റേഴ്സ്, ഇവർക്കെല്ലാവർക്കും ഈ ഒരു ഇൻ്റലിജൻസ് ലെവൽ കൂടുതലായിരിക്കും. രണ്ടാമത്തേതാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ. അതായത് സയൻറ്റിഫിക്കായി ചിന്തിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾ ലോജിക്കലായിട്ട് ചിന്തിക്കുകയും ഒരു പ്രോബ്ലത്തിനെ ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യും. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഈസിലി സോൾവ് ചെയ്യാനും സാധിക്കും. സയൻറ്റിസ്റ്റ്, നോബൽ പ്രൈസ് വിന്നേഴ്സ്, ഇവർക്കെല്ലാവർക്കും ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. മൂന്നാമത്തേതാണ് സ്പേഷ്യൽ. അതായത് മെൻ്റലി
ഇമേജസ് ഫോം ചെയ്യുക, യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പൈലറ്റ്സ്, സെയിലേഴ്സ്, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റേഴ്സ്, ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഇവർക്കെല്ലാവർക്കും സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. നാലാമത്തേതാണ് മ്യൂസിക്കൽ. അതായത് മ്യൂസിക്കൽ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഇതെല്ലാമാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത്. സൗണ്ട്സ്, വൈബ്രേഷൻ, റിതംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി അഞ്ചാമത്തേതാണ് ബോഡിലി കൈനസ്തെറ്റിക്. അതായത് ബോഡി ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കുക, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക, ഇതെല്ലാമാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത്. അത്ലറ്റ്സ്, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, സ്പോർട്സ് പേഴ്സൺസ് ഇവരിലൊക്കെ തന്നെ ഈ ഒരു ഇൻ്റലിജൻസ് ലെവൽ കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് ഇൻ്റർപേഴ്സണൽ. മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ്, അവരുടെ മോട്ടീവ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇതെല്ലാമാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ വരുന്നത്. സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ് ഇവർക്കെല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് ഇൻട്രാപേഴ്സണൽ. അതായത് ഒരു വ്യക്തിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ അവരിലെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു അവെയർനെസ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളുടെ മോട്ടീവ്സ്, ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ. ഫിലോസഫേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ് ഈ വ്യക്തികളിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് വളരെയധികം കൂടുതലാണ്. ഇനി അവസാനത്തേതാണ് നേച്ചറലിസ്റ്റിക്. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നവരായിരിക്കും ഇവർ. ഫാമേഴ്സ്, ഹണ്ടേഴ്സ്, ടൂറിസ്റ്റ്, ബൊട്ടാനിസ്റ്റ്, സുവോളജിസ്റ്റ് ഇവർക്കെല്ലാവർക്കും ഈ ഒരു കമ്പോണൻറ്റ് ലെവൽ ഹൈ ആയിരിക്കും. അടുത്ത തിയറിയാണ് ദി ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇതിൽ ഇൻ്റലിജൻസിനെ 3 പാർട്സ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടാണ് കമ്പോണൻഷ്യൽ പാർട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് എക്സ്പീരിയൻഷ്യൽ പാർട്ട് അഥവാ ക്രിയേറ്റീവ് പാർട്ട്. മൂന്നാമത്തേതാണ് കോണ്ടെക്സ്ച്വൽ അഥവാ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്. കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻ്റലിജൻസ് ആണ് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ്. ഇതിൽ കൂടുതലായിട്ടും ലോജിക്കൽ റീസണിങ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമിനൊരു കുട്ടി മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യും അല്ലേ? അതിനുശേഷം ആ ഫോർമുല എന്താണെന്നുള്ളത് റിമെമ്പർ ചെയ്യും. അതിനുശേഷം ലോജിക്കൽ സ്റ്റെപ്സ് സൊല്യൂഷനിലോട്ട് എത്താനായിട്ട് അപ്ലൈ ചെയ്യും. ഇതാണ് കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് പുതിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, അതാണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്സൈഡ് ദി ബോക്സ് ചിന്തിക്കുക എന്നിട്ടൊരു സൊല്യൂഷനിലോട്ട് എത്തുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ? അതായത് ഒരു ഷെഫ് പുതിയൊരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്, ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഡിഷ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻ്റലിജൻസ് ആണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ നിൽക്കുന്ന എൻവയോൺമെൻറ്റ് ഏതാണോ അവിടെ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും ഒരാളുടെ നീഡ്സ് മീറ്റ് ചെയ്യാനും ഉള്ള എബിലിറ്റി, അതിനെയാണ് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സ്ട്രീറ്റ് സ്മാർട്ട്സ് എന്നും അതുപോലെ തന്നെ കോമൺ സെൻസ് എന്നും ഈ ഒരു ഇൻ്റലിജൻസിനെ പറയുന്നതാണ്. ഇനി നമുക്ക് വാരിയേഷൻസ് ഓഫ് ഇൻ്റലിജൻസ് നോക്കാം. അതിൽ ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി, ഇൻ്റലക്ച്വൽ ഗിഫ്റ്റഡ്നെസ് ഇത് രണ്ടുമാണ് വരുന്നത്. ഇനി എന്താണ് ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി എന്ന് നമുക്ക് നോക്കിയാലോ? ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവരുടെ കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്ന് പറയുന്നത് ബിലോ ആവറേജ് ലെവലിലായിരിക്കും.
പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇതെല്ലാം പുറകോട്ടായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, സെൽഫ് കെയർ ഇതിലെല്ലാം പുറകോട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നവരായിരിക്കും ഇൻ്റലക്ച്വലി ഡെഫിഷ്യൻസി ഉള്ള വ്യക്തികൾ. സാധാരണയായും 70 താഴെ വരുന്ന IQ സ്കോറാണ് നമ്മൾ ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫോണ്ട് ഡെഫിഷ്യൻസി ഉണ്ട്. ഇതിൽ മൈൽഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് IQ 50-നും 70-നും ഇടയ്ക്കാണ്. ഇനി മോഡറേറ്റ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 35-നും 50-നും ഇടയ്ക്കുള്ള IQ ആണ്. ഇനി സിവിയർ ഡെഫിഷ്യൻസി എന്നതോ 20-നും 35-നും ഇടയ്ക്കുള്ള IQ ആണ്. അതുപോലെ പ്രൊഫോണ്ട് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ IQ 20-നും താഴെയായിരിക്കും. ഇനി അടുത്തതാണ് ഇൻ്റലക്ച്വൽ ഗിഫ്റ്റഡ്നെസ്. അതായത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് എബവ് ആവറേജ് ലെവലിലായിരിക്കും ഉണ്ടാവുന്നത്. നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങുമെല്ലാം ഈ വ്യക്തികളിൽ നടക്കും. ഒരു ദിവസത്തെ ടാസ്കുകളെല്ലാം കൃത്യമായി ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ ഇവർ കൂടുതൽ മികവ് പുലർത്തുന്നതും കാണാറുണ്ട്. എബവ് 130ക്ക് മുകളിൽ IQ വന്നു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ മോഡറേറ്റ്ലി ഗിഫ്റ്റഡ്, ഹൈലി ഗിഫ്റ്റഡ്, എക്സെപ്ഷണലി ഗിഫ്റ്റഡ് എന്ന് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് മോഡറേറ്റ്ലി ഗിഫ്റ്റഡ്. 130-നും 145-നും ഇടയിലുള്ള ഒരു IQ സ്കോറാണ് മോഡറേറ്റ്ലി ഗിഫ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി 145-ൻ്റെയും 160-ൻ്റെയും ഇടയ്ക്കുള്ളതാണെങ്കിലോ അവർ ഹൈലി ഗിഫ്റ്റഡ് ആയിരിക്കും. ഇനി 160-ൻ്റെയോ അതിൻ്റെ മുകളിലോ വരുന്നതാണെങ്കിലോ അവർ എക്സെപ്ഷണലി ഗിഫ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റസ്. അതിലാദ്യത്തേതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റസ് ഓർ ഗ്രൂപ്പ് ടെസ്റ്റസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സമയം സൈക്കോളജിസ്റ്റ് ഒരു വ്യക്തിയെ മാത്രം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ടെസ്റ്റാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതൊരു ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. രണ്ടാമത്തേതാണ് ഗ്രൂപ്പ് ടെസ്റ്റസ് എന്ന് പറയുന്നത്. അതായത് ഒരു സമയം സൈക്കോളജിസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഒരുമിച്ച് ഈ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. ഇത് യൂഷ്വലി ക്ലാസ് റൂമിലോ എക്സാം ഹാൾ സെറ്റിങ്സിലൊക്കെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ദി കോഗ്നിറ്റീവ് എബിലിറ്റീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ടെസ്റ്റാണ്. ഇനി അടുത്തതാണ് വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ടെസ്റ്റിൽ ഉണ്ടാവുന്നത്. ഇതിൽ ഇൻഡിവിജ്വലിന് വായിക്കാനും എഴുതാനും പറയുവാനും അറിഞ്ഞിരിക്കണം. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ആ ലാംഗ്വേജ് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, എത്രമാത്രം ഫ്ലൂവൻ്റ് ആണ് എന്നാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വൊക്കാബുലറി ഓർ റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു വെർബൽ ടെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇനി അടുത്തതാണ് നോൺ വെർബൽ ടെസ്റ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യില്ല. പകരം പല ഷേപ്സും പാറ്റേൺസും പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് റവീൻസ് പ്രോഗ്രസീവ് മാട്രിസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ടാസ്കുകളാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ പസിൽസ് സോൾവ് ചെയ്യാം, എങ്ങനെ ബ്ലോക്സ് അറേഞ്ച് ചെയ്യാം എന്നുള്ളതല്ല. ബാട്ടിയയുടെ ഇൻ്റലിജൻസ് ടെസ്റ്റാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു കൾച്ചറിലെയും ആളുകൾക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ് കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ്, ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഒരു സ്പെസിഫിക് കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ളത് ഒഴിവാക്കുകയും യൂണിവേഴ്സൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ലൈക്ക് ഷേപ്സ് ആൻഡ് പാറ്റേൺസ് അതായിരിക്കും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. കാറ്റലിൻ്റെ കൾച്ചർ ഫെയർ ഇൻ്റലിജൻസ് ടെസ്റ്റാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ.
അടുത്തതാണ് കൾച്ചർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കൾച്ചറിലുള്ള വ്യക്തികൾക്ക് ഈസിലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റാണ് കൾച്ചർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. അതായത് അമേരിക്കൻ സ്റ്റുഡൻസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഈ ഒരു ടെസ്റ്റിൽ ചോദ്യങ്ങളെന്ന് പറയുന്നത് അമേരിക്കൻ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ്റലിജൻസ്? ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങിയാലോ. സപ്പോസ് സുനിത ആൻഡ് ഹിമ 2 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിൽ ആൻഡ് ദേ ആർ ഫ്രണ്ട്സ്. സുനിതയെ ടീച്ചേഴ്സ് ഒരു എക്സലൻറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഷീ ഡസ് ഹർ വർക്ക് ഓൺ ടൈം, സ്കോഴ്സ് ദി ഹയസ്റ്റ് ഗ്രേഡ്സ് ഇൻ ഹർ ക്ലാസ്, ലിസൺസ് ടു ഇൻസ്ട്രക്ഷൻസ് വിത്ത് കെയർ. ഇതൊക്കെയാണ് കാരണം. പക്ഷേ ഈ കുട്ടി അവളുടേതായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. എന്നാൽ ഹിമ എന്ന അനദർ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് ജസ്റ്റ് ആൻ ആവറേജ് ഇൻ ഹർ സ്റ്റഡീസ് ആൻഡ് ഹൈ ഗ്രേഡ്സ് ഒന്നും ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. ബട്ട് ഷീ പ്രിഫേഴ്സ് ടു ലേൺ ഓൺ ഹർ ഓൺ. പുതിയ പുതിയ വേസ് ഉപയോഗിച്ച് പല രീതിയിൽ ആ കുട്ടി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് വേസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു, അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സുനിത എന്ന് പറയുന്ന കുട്ടി ഷീ ഈസ് മോർ ഇൻ്റലിജൻറ്റ്. ബട്ട് ഹിമ എങ്ങനെയാണ്? ഷീ ഈസ് മോർ ക്രിയേറ്റീവ്, അല്ലേ? സോ അതായത് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇൻ്റലിജൻസ് ലെവൽ കൂടുതലായിരിക്കും. ബട്ട് ക്രിയേറ്റീവ് ലെവൽ കൂടുതലായിരിക്കും എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ +2 ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. താങ്ക് യു.